നമസ്കാരം ഗായ്സ്. അപ്പോൾ ഇന്നലെയല്ല കഴിഞ്ഞ മാസം എൻ്റെ കസിൻ്റെ മാരേജ് ആയിരുന്നു. അവളുടെ മാരേജിന് പോകാൻ വേണ്ടിയിട്ട് പുതിയ സ്ലൈഡും പുതിയ ഡ്രസ്സും പുതിയ പൊട്ടും പുതിയ കമ്മലും അങ്ങനെയെല്ലാം പുതിയ സാധനങ്ങളെല്ലാം വാങ്ങി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഡ്രസ്സ് കൊള്ളാവോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് അവളുടെ കല്യാണത്തിന് ഇടാൻ വച്ചിരിക്കുന്നത്. അപ്പോൾ കല്യാണം ആയതുകൊണ്ട് തന്നെ തലേ ദിവസം വെളുപ്പാങ്കാലം പാവം എൻ്റെ അമ്മയെ ഉറക്കത്തിൽ നിന്ന് ഇടിപ്പിച്ചിട്ട് ഞാൻ ഈ മൈലാഞ്ചി ഇടിപ്പിക്കുകയാണ്. അങ്ങനെ മൈലാഞ്ചി എല്ലാം ഇടുകയാണ്. ഏകദേശം ഫിനിഷ് ആവാറായി. അപ്പോൾ മൈലാഞ്ചിയുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണാം. ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ പോയി വാഷ് ചെയ്തിട്ട് വരാം. അങ്ങനെ വാഷ് ചെയ്തതിന് ശേഷമുള്ള കാഴ്ചയാണ് ഇത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, അതുപോലെ തന്നെ കൊള്ളാമെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ. പിന്നെ ഞാൻ നേരെ ഉറങ്ങിയതിന് ശേഷം രാവിലെ എണീറ്റ് കുളിച്ചതിന് ശേഷം വീണായിട്ട് നെയിൽ പോളിഷ് കൈന്മേലിട്ടു. അതിനുശേഷം ഞാൻ ഫേസൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. കാരണം കുളിച്ചൊരുപാട് നേരം ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അപ്പോൾ ആ പൊടിയൊക്കെ പോകാൻ വേണ്ടി ഒന്ന് തുടച്ചു. അതിനുശേഷം ഞാൻ ഐലൈനർ വരയ്ക്കുകയാണ്. ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. അതിനുശേഷം ഞാൻ ലിപ് ബാം ഇടുകയാണ്. എനിക്ക് കളറിങ് ലിപ് ബാമാണ് ഇഷ്ടം. പക്ഷേ ഇതിപ്പോൾ ഒരിടത്തും കിട്ടാനില്ല. ഇതിൻ്റെ പേരറിയാമെന്നുള്ളവർ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ ഈ ലിപ് ബാമും ഇട്ടു. അതിനുശേഷം കമ്മലിടാൻ പോവാണ്. ഈ കമ്മൽ എൻ്റെ അച്ഛനാട്ടോ സെലക്ട് ചെയ്തത്. അച്ഛൻ്റെ സെലക്ഷൻ എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോൾ നമുക്ക് കമ്മലിടാം. ഈ കമ്മൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കടയിൽ നിന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ചേരത്തില്ല എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞല്ലേ എടുക്കാവുന്ന രീതിയിൽ എടുത്തത്. പക്ഷെ വീട്ടിലൊക്കെ വന്ന് ഞാൻ ആ കവറിൽ നിന്ന് പൊളിച്ചെടുത്തപ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ബ്യൂട്ടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ചേരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അത് നിങ്ങളാ പറയണ്ടേ. ബട്ട് എനിക്ക് ആ കമ്മൽ കാണുന്ന ആ ഒരു ഭംഗിയുണ്ടല്ലോ, അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെയൊക്കെ പറയണേ. എനിക്കെന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം വളയാണ് ഇടുന്നത്. നിൻ്റെ ഡ്രസ്സിന് അതേ മാച്ചിനുള്ള നെയിൽ പോളിഷും കമ്മലും വളയൊക്കെയാണ് ഞാൻ ധരിക്കുന്നത്. പിന്നെ മാല വന്നിട്ട് ഒരു ഗോൾഡിൻ്റെ മാലയാണ്. ഗോൾഡ് കവറിൻ്റെ മാലയാണ് ധരിക്കുന്നത്. അങ്ങനെ ഞാൻ വളയൊക്കെ ഇട്ട് കഴിഞ്ഞു. അതിനുശേഷം പൊട്ട് വയ്ക്കുകയാണ്. ഈ പൊട്ടാണ് വയ്ക്കുന്നത്. പൊട്ടെല്ലാം വച്ച് കഴിഞ്ഞു. എൻ്റെ ഫൈനൽ ലുക്കിന് വേണ്ടി ഞാൻ തല ചീകാൻ പോവാണ്. ഇതാണ് എൻ്റെ ചീപ്പ്. മൈ ഫേവറേറ്റ് ചീപ്പാണിത്. പൂക്കി ചീപ്പ് എന്നാണ് ഞാനിതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണേ. അതിനുശേഷം ഇതെൻ്റെ പുതിയ ചെരുപ്പാണ്. പക്ഷേ ഈ ചെരുപ്പ് അമ്മയുടെ ഡ്രസ്സിന് മാച്ച് ആവുന്നുണ്ട്. ഞാൻ അമ്മയ്ക്ക് ഈ ചെരുപ്പ് കൊടുത്തിട്ട് അമ്മയ്ക്ക് വാങ്ങിയ ഈ ചെരുപ്പാണ് ഞാൻ കോസ്റ്റ്യൂമായിട്ട് ഇടാൻ പോകുന്നത്. അതുമാത്രമല്ല, എൻ്റെ കോസ്റ്റ്യൂമിന് ഏകദേശം ഈ ചെരുപ്പുമാണ് മാച്ച്. മറ്റതിനെക്കാട്ടി ഈ ചെരുപ്പ് കുറച്ചുകൂടി മാച്ചാണെന്ന് തോന്നി. അപ്പോൾ ഈ പാദസരം അമ്മയുടെ പാദസരമാണ്. അമ്മയുടെ പാദസരം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിനുശേഷം വൺ മാൻ ഷോയുടെ ഈ ഒരു ബോഡി സ്പ്രേ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതെൻ്റെ മാമൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അതിനുശേഷം നമ്മൾ ഓട്ടോ പിടിച്ച് നമ്മൾ കരമന ബസ് സ്റ്റോപ്പിലോട്ട് പോവാണ്. അവിടെ നിന്നാണ് നമ്മൾ തമിഴ്നാട് ബസ് കയറുന്നത്. തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ് കല്യാണം. പിന്നെ അവിടുത്തെ ഫുഡും കാര്യങ്ങളാണ്. ഇതാണ് അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ. പിന്നെ അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാനവിടെ നിന്ന് കുറച്ച് റീലൊക്കെ എടുത്തു. എൻ്റെ അച്ഛനാട്ടോ ഈ റീൽ എനിക്ക് എടുത്തു തന്നത്. അപ്പോൾ അച്ഛൻ്റെ ഈ ഒരു ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വീഡിയോഗ്രാഫി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ അറിയിക്കണേ. കല്യാണ സ്ഥലത്തെ വീഡിയോ ഒക്കെ എൻ്റെ ഒരു കസിൻ അനിയത്തിയാണ് എടുത്തത്. അവൾ എന്നിട്ട് ചേച്ചി അതില്ല, അയക്കാൻ പറ്റുന്നില്ല, അത് ഞാൻ സേവ് ആക്കിയില്ല, അതും ഇതും എന്നൊക്കെ പറഞ്ഞിട്ട് തേച്ചു ഗൈസ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കല്യാണത്തിൻ്റെ വീഡിയോസൊന്നും കിട്ടിയില്ല. അവളാണെങ്കിൽ ഫ്രണ്ടിലായിരുന്നു, ഞാൻ കുറച്ച് ബാക്കിലോട്ടായിരുന്നു. അപ്പോൾ അവൾ ഫ്രണ്ടിൽ ഇരുന്ന് എടുത്തു എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവൾ എടുത്താൽ അയച്ചു തരും എന്ന് വിചാരിച്ചു. പക്ഷെ അവൾ എന്നെ തേച്ചു ഗൈസ്. അപ്പോൾ എനിക്ക് വീഡിയോസൊന്നും കിട്ടിയില്ല. അപ്പോൾ കല്യാണ വീഡിയോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് കുറച്ചുകൂടെ എഡിറ്റ് ചെയ്ത് ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം വീടിൻ്റെ അവിടെ നിന്ന് കുറേ കോപ്രായങ്ങളൊക്കെ ഞാൻ കാണിക്കുകയാണ്. പുതിയ ഡ്രസ്സ് ഇട്ടതുകൊണ്ട് അതിൻ്റെ ഷോയാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ഞാൻ വരുന്നതായിരിക്കും. ഞാനിപ്പോൾ അടിക്കടി ഞാൻ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കൺസിസ്റ്റൻ്റായിട്ട് ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.